റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. ജെ തോംസന് ശേഷം അതിൻ്റെ പരാജയങ്ങൾ മറികടന്നുകൊണ്ട് കൊണ്ടുവന്ന പുതിയൊരു ആറ്റം മോഡലായിരുന്നു റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. Rutherford proposed his atom model on the basis of an alpha scattering experiment. അദ്ദേഹം ചെയ്ത ഒരു ആൽഫ റേ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ആറ്റം മോഡൽ കൊണ്ടുവന്നത്. നമുക്കറിയാം ആൽഫ റേ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ആൽഫ റേ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഈ ആൽഫ റേയുടെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആൽഫ റേ എന്ന് പറയുന്നത് 2 പോസിറ്റീവ് ചാർജുള്ള റേ ആണ്. ഇതിന് സാധാരണയായിട്ട് നിങ്ങൾ ന്യൂക്ലിയർ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. ഹീലിയം ന്യൂക്ലിയസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതായത് 2 പ്രോട്ടോണുകൾ ഉള്ളത് കൊണ്ട് 2 പ്രോട്ടോണും മാസ് 4 യൂണിറ്റ് ഉണ്ട്, അതുകൊണ്ട് ആറ്റോമിക് മാസ് 4ഉമായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ഹീലിയം ന്യൂക്ലിയസ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് ആൽഫ റേ എന്ന് പറയുന്നത് 2 പോസിറ്റീവ് ചാർജുള്ള ഒരു റേഡിയേഷനാണ്. അദ്ദേഹത്തിൻ്റെ ആൽഫ റേ സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിലാണ് ആറ്റം മോഡൽ കൊണ്ടുവന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അദ്ദേഹത്തിൻ്റെ ആൽഫ റേ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് ഒന്ന് നോക്കാം. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇതാണ്. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇവിടെ ഒരു ക്യൂബിക്കൽ ബോക്സ് ഉണ്ട്. ഈ ക്യൂബിക്കൽ ബോക്സ് എന്ന് പറയുന്നത് ആൽഫ റിസോഴ്സ് ആയിട്ടാണ് നമ്മൾ റുദർഫോർഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു റെഡ് പൈപ്പ് പോകുന്നുണ്ട്. അത് എന്ന് പറയുന്നത് ഇതിൽ നിന്നും പോകുന്ന ആൽഫ റേഡിയേഷനാണ്, ഒരു ലൈറ്റാണ്. ആ ലൈറ്റിൻ്റെ പ്രത്യേകത പോസിറ്റീവ് ചാർജ് മാത്രമുള്ള ഒരു ലൈറ്റ്. ഇനി ഇവിടെ ഒരു സ്ക്രീന് കാണുന്നുണ്ട്, ഈ റൗണ്ട് ഷേപ്പുള്ള സ്ക്രീന്. ഈ സ്ക്രീന് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ക്രീനാണ്. അതിൽ ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ അവിടെ അത് സിൻഡിലേഷൻസ് കാണിക്കും. നെക്സ്റ്റ് യെല്ലോ കളറിൽ കാണുന്നത് ഒരു ഗോൾഡ് ഫോയിലാണ്, ഒരു സ്വർണ്ണത്തകിട്. സ്വർണത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഹൈ മാലിബിലിറ്റിയും ഡക്റ്റിലിറ്റി ഉണ്ട്. വളരെ നേർത്ത തകിടുണ്ടാക്കാൻ സ്വർണത്തിനെ കൊണ്ട് പറ്റും. അതുകൊണ്ടാണ് ഗോൾഡ് ഫോയിൽ ഇവിടെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റിൽ ഈ സോഴ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എടുത്ത ഈ സോഴ്സിൽ നിന്ന് ആൽഫ റേ മൂവ് ചെയ്യുകയും ഈ മൂവ് ചെയ്ത ആൽഫ റേയിൽ 99.9% ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആർ moved through this gold foil without any deflection. Most of the alpha particles moved through this gold foil without any deflection. ഒരു ഡിഫ്ലക്ഷനും സംഭവിക്കാതെ 99.9% ആൽഫ പാർട്ടിക്കിളും ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയി. നമ്മൾ ആ പൈപ്പ് പോലെ പോണത് ആൽഫ പാർട്ടിക്കിളാണെന്ന് പറഞ്ഞു. അതൊരു സ്ലിറ്റ്, അതിന് മാത്രം കടക്കാൻ വേണ്ടി ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തു കൂടെ പോയി അപ്പുറത്തെ സൈഡിലും അതേപോലെ ഇത് കണ്ടോ, ഈ സൈഡിലും അതേപോലെ ആ ബീം ഓഫ് ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, 99.9% ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആർ പാസ്ഡ് ത്രൂ ദിസ് ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. നെക്സ്റ്റ്, ഇഫ് ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ആർ ഡിഫ്ലക്റ്റഡ് ഇൻ വേരിയിങ് ആംഗിൾസ്. ഇവിടെ 6 റേ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഈ റേസ് ചെറിയ ആംഗിൾസിൽ ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. A few number of alpha particles are deflected in varying angles. Next, a very few or still smaller number of alpha particles are deflected back. ഈ ബാക്ക് സൈഡിലേക്ക് 2 റേ ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബാക്കിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തുള്ളൂ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസ്. എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്, അറിയാൻ കഴിഞ്ഞ ഇത്രയും ഒബ്സർവേഷൻസ് ആയിരുന്നു. ഈ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻ അനലൈസ് ചെയ്ത് അദ്ദേഹം ഒരു കൺക്ലൂഷനിലെത്തി. ഫസ്റ്റ് കൺക്ലൂഷൻ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ആർ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ. It indicates that
മോസ്റ്റ് ഓഫ് ദ സ്പേസ് അവൈലബിൾ സ്പേസ് ഇൻ an atom is empty. ആറ്റത്തിൻ്റെ അധികം ഭാഗവും ശൂന്യമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിളിന് ഒരു ഡിഫ്ലക്ഷനും കൂടാതെ ആ ഗോൾഡ് ഫോയിലിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചത്. മോസ്റ്റ് ഓഫ് ദ സ്പേസ് പ്രസൻറ്റ് ഇൻ an atom ഈസ് എംറ്റി, ശൂന്യമാണ്. നെക്സ്റ്റ് കൺക്ലൂഷൻ, എ ഫ്യൂ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആർ ഡിഫ്ലക്റ്റഡ് ഇൻ വേരിയിങ് ആംഗിൾസ്. വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണം എ സ്മോൾ ഹെവി പോസിറ്റീവ്ലി ചാർജ് സെൻറ്റർ ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ ആറ്റം. ആറ്റത്തിനകത്ത് ഒരു പോസിറ്റീവ് ഹെവി ആയിട്ടുള്ള ഭാരം കൂടിയിട്ടുള്ളൊരു പോസിറ്റീവ് സെൻറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ ചെറിയ വേരിയേഷൻ ഡിഫ്ലക്ഷൻ സംഭവിച്ചത്. ഇനി തേർഡ്, still smaller number, or very few number of alpha particles are deflected back. This is because this positively charged center is existing at very small region, or it has a very small in size. വളരെ ചെറിയൊരു സൈസ് മാത്രമേ ഉള്ളൂ ഈ ഹെവി പാർട്ടിന്. അവിടെ തട്ടിയ ആ ഹെവി പാർട്ടിന് മുകളിൽ തട്ടിയ ആ റേ ആണ് എന്ത് ചെയ്തത്? റിഫ്ലക്റ്റഡ് ബാക്ക്, തിരിച്ചു പോന്നത്. ആ ചെറിയ ആംഗിളിൽ റിഫ്ലക്ഷൻ സംഭവിച്ചതോ? സെക്കൻഡ് പോയിൻ്റ്, സ്മോളർ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആർ ഡിഫ്ലക്റ്റഡ് ഇൻ വേരിയിങ് ആംഗിൾസ്. അത് ആ പോസിറ്റീവ് ഹെവി സെൻറ്ററിൻ്റെ അടുത്തു കൂടെ പോയതിനാണ് ആ ഡിഫ്ലക്ഷൻ സംഭവിച്ചത്. ഏതാ തിരിച്ചു പോകുന്നത്? ആ ഹെവി സെൻറ്ററിൻ്റെ മുകളിൽ തട്ടിയ വളരെ സ്മോളർ റീജിയനേ ഉള്ളൂ. അതുകൊണ്ടാണ് വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾ മാത്രം തിരിച്ചു പോകുന്നത്. ആ സെൻട്രൽ റീജിയൻ എന്ന് പറയുന്നത് സ്മോൾ ഇൻ സൈസാണ്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷൻസും അതിൻ്റെ കൺക്ലൂഷൻസും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.